ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ന്യൂ ഇയറിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലോഡ് ആക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അത് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വൈകിപ്പോയത്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ന്യൂ ഇയറിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അതായത് ആൻറ്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെയാണ് കേട്ടോ ഈ പ്രാവശ്യം ന്യൂ ഇയർ. ഞങ്ങളെപ്പോഴും അവിടെ ആയിരിക്കും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആൻറ്റിമാരും ചുറ്റന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല വർത്തമാനത്തിലാണ്. ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത ആൻറ്റി. പിന്നെ റെഡ് ചുരിദാറിട്ടതാണ് ഇളയ ആൻറ്റി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ദൈവമേ ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടാനായിട്ട് ഫോണിടണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കണമായിരുന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് ഹാപ്പി ന്യൂ ഇയർ പറയാനായിട്ട് പറയണമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും തീരൂലല്ലോ. അപ്പോൾ നല്ല വർത്തമാനത്തിലാണ് എല്ലാവരും. പിന്നെ അവരെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നും നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. നടക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അവരുടെ ചർച്ചകൾ എൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ഒരു ഈവനിങ് വാക്ക് അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ നന്ദേ? എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണ ന്യൂ ഇയർ ആയിട്ട്? ആണോ? പിന്നെ ഓക്കെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. കുഞ്ചോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയല്ലേ? ട്രീ എവിടെ? ഉണ്ണീശനൊക്കെ മാറ്റിയല്ലേ? നടക്കാം. ഞാൻ ചെരുപ്പിട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് ഉണ്ടാവണോ? ഡാർക്കാണ്. അതെ ഇരുട്ടത്ത്. അതെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ആളെ പറയണത്. ചെരുപ്പിന്റെ ബെൽറ്റ് ഇട്ടിട്ടില്ല, അതാണ് ആ പറഞ്ഞത്. അയ്യോ, ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലേ? അയ്യോ, ക്യാമറയില് ഇരുട്ടും കുത്തിക്കിടക്കുന്നു. ഏതാണോ ബംഗാളി? അവിടെ നടന്നോളൂടാ. നിർത്തിക്കോ. നടക്ക വിഷു നടക്കാനിറങ്ങിയതല്ലേ? എല്ലാരും കൈ അവർക്ക് ഒന്നുമല്ല ഒഴുകും പോയി. പാണ്ടികളൊന്നിരിക്കണോട്ട. ഈശ്വര, ഐശുവിനെ കിട്ടിയില്ല. അയ്യോ തീനു. ഹായ് പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്തെങ്കിലും പറയ്. കാറ്റും കൂടി ഇല്ലല്ലോ അല്ലേ? അങ്ങാടി വീടും കളി. അയ്യോ, ആ ചീനമലയുടെ ഓണറാണ് കേട്ടോ. ആ ചേട്ടൻ ചീത്ത പറയും. കിട്ടിക്കോളും ചീനമല. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് പോരായിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നല്ല കാറ്റായിരിക്കും, അവിടെ ചെന്ന് ഇരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. പക്ഷെ ഇന്നെന്താ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നേരം നിന്നില്ല, വേഗം പോകുന്നട്ടാ. നിങ്ങളന്വേഷിച്ച് അങ്ങോട്ട് പോയി. ഞങ്ങൾ അറ്റത്തോട്ട് പോയോ? അവിടെ വരെ ചെന്നപ്പോ എനിക്ക് തോന്നി നിങ്ങൾ അങ്ങാടല്ല ഇങ്ങാടെ പോയേക്കണേ. കഴിക്കി ചെറിയൊരു ബ്ലർ ചെയ്തോളാം.
ചെയ്തോളാം. എന്താണ് പോയി ഞങ്ങള് അവിടെ ചിനോര അവിടെ രണ്ട് പുതുമുഖങ്ങൾ. ഇത് ചെറിയച്ഛനാണ് കേട്ടോ, മൂത്ത ആൻറ്റിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. എടാ അങ്കി വരാറായടാ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അച്ഛൻ വന്ന ഉടനെ തന്നെ ചായ കുടിക്കുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. എന്റെ ബ്രദർ വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ മുഹമ്മദി കളയുന്നവരെയൊക്കെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. പിന്നെ ഒളിക്യാമറ വെച്ചാണ് കേട്ടോ അവരെയൊക്കെ ഷൂട്ട് ചെയ്തത്. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആ പച്ച ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ സജിൽ. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ന്യൂ മെമ്പറാണ്. അതായത് ഞങ്ങളുടെ ഗോപിയുടെ ചെക്കനാണ് കേട്ടോ. ആളൊരു പോലീസാണ്, പക്ഷെ അതിൻ്റെതായ ഒരു ജാടത്തരവും ആൾക്കില്ല കേട്ടോ. പൊതുവേ ഈ പോലീസുകാരെല്ലാം ഭയങ്കര സ്ട്രിക്റ്റും മുഷടന്മാരും ആയിരിക്കുമല്ലോ. അയ്യോ, പോലീസുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എൻ്റെ അനിയനായതുകൊണ്ട് പൊക്കി പറയല്ല കേട്ടോ. ഇത്രയ്ക്ക് സിമ്പിൾ ആൻഡ് കൂളായിട്ടുള്ളൊരു പോലീസുകാരനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. സജിൽ നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജിലിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പക്ഷേ ആളിങ്ങനെ വരാലിനെ പോലെ വഴുതി വഴുതി മാറിക്കൊണ്ട് കിടക്കണായിരുന്നേ. എങ്ങനെയെങ്കിലും പാടിക്കണം എന്നൊരു പ്ലാനിലാട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഡാൻസും പാട്ടും കൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ നീല ടീഷർട്ട് കണ്ടോ, അതാണ് കേട്ടോ എൻ്റെ കെട്ടിയോൻ. ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി? ഒരു റീലെടുക്കാൻ വിളിച്ചാൽ വരാത്ത മനുഷ്യനാണ് ദാ കിടന്ന് കാണിക്കണുണ്ടോ. ഓ, രണ്ടടിച്ചതിൻ്റെ പവറേ. ആ ഷോക്ക് അടിച്ച പോലെ കിടന്ന് കളിക്കണില്ലേ, അതാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ സൽപുത്രൻ. ആളൊരു DJ ഭ്രാന്തനാണ് കേട്ടോ. അമ്മാമ്മ രാവിലെ ഭക്തിഗാനം വെച്ച് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ DJ റിമിക്സ് വെച്ച് കൊടുത്ത മുതലാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും മതിമറന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ ക്യാമറ, ഈ ഫോൺ കൊണ്ടുവന്ന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേര് സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ച് വരുന്നുണ്ട്. ക്യാമറ കണ്ണുകൾ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോരട്ടെ കണ്ടു കേട്ടോ, ക്യാമറ കണ്ടു. ഇനി ഒന്നും നടക്കൂല കേട്ടോ. ഇതാരാണ് ഈ പോണത്? ഗോപിയായിരുന്നു കേട്ടോ പോയത്. ഗോപി അതിൻ്റെ ഇടയിൽ കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ദംഷറാസോ അങ്ങനെ എന്തോ അല്ലേ പറയണത്, അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോന്നാണ്, പിന്നെ വേറെക്ക് എന്തൊക്കെയോ ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ്. പിന്നെ മറ്റേ റീലൊക്കെ എടുക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പം ഞങ്ങളിപ്പോൾ കളിക്കുന്നത് ദംഷറാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ടീമായിട്ടാണ്, ഗേൾസും ബോയ്സ് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നെറ്റിൻ്റെ പണിയൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. ഞങ്ങൾ മൂവീസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കേട്ടോ നോക്കി കണ്ടുപിടിച്ച് കൊടുത്തത്. അപ്പം നമ്മൾ ജനിക്കുമ്പോഴേ മുന്നേ കാണാത്ത പടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല പണിയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചും കിട്ടി കേട്ടോ നല്ല എട്ടിൻ്റെ പണികൾ. അപ്പോൾ അതാണ് ഇതാ കാണുന്നത്. ഗോപിക കിടന്ന് അഭിനയിക്കണമായിരുന്നു കേട്ടോ. ഗെയിമൊക്കെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായ കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ക്യാമറ മറക്കുമെന്ന് പറഞ്ഞ പോലെ അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതാ കുഞ്ചു നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവനെ കുത്തി പൊക്കി എഴുന്നേൽപ്പിച്ചേട്ടാ. എന്നിട്ടും ആളുടെ ഉറക്കം അങ്ങോട്ട് മാറിയിട്ടില്ല. എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് ആയിഷു നല്ല ഉറക്കമാണ്. പിന്നെ അവളെ വിളിക്കാൻ നിന്നില്ല. അവളെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രി അവൾ ഉറങ്ങേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ കുഞ്ചു എഴുന്നേറ്റിട്ട് അവൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ലേ. പുള്ളിക്കൊരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ആ മുറ്റത്തോട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയിട്ടാ. അങ്ങനെ പുതുവർഷം കടന്നു വരാനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രം. ഈ പുതുവർഷത്തിൽ ഈ നവദമ്പതികളെ കൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതാ ഗോപിയും സജിലും റെഡിയായിട്ട് നിൽപ്പുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. എല്ലാവരും ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേക്ക് കണ്ടിട്ട്. കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ്ങിനായിട്ട് ഇതാ അടുത്ത് കൂടിയിട്ടുണ്ട്. ഗോപി ദാ കത്തി സജിലിന് കൈമാറിയിരിക്കുകയാണ്. സജിൽ കത്തി പിടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ദാ രണ്ടുപേരും നവദമ്പതികൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിമിഷങ്ങൾ മാത്രം. ദാ പുതുവർഷം കടന്നു വരുന്നു. എല്ലാവരും കൂടി ഒച്ചയിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും വെക്കുന്നില്ല. എനിക്ക് എപ്പോഴും കോപ്പിറൈറ്റ് കിട്ടലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വെക്കണില്ല കേട്ടോ. വേറെ സോങ്ങോ ഒന്നും കയറ്റണില്ല. എൻ്റെ ഈ എന്താ പറയുക കരകരാ സൗണ്ട് നിങ്ങൾ എന്താണ് പറയുക സഹിച്ചേ വെക്കൂ കേട്ടോ. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടി ഒരു പുതിയ ജീവിതം തുടങ്ങുകയായി ഇതോടുകൂടി. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാത്ത ദിവസങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊരു വീഡിയോ എന്തായാലും ആക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഈ ഒരു ദിവസം ഇനി നമുക്ക് ഒരിക്കലും എന്താ പറയുക ഇനി ഓർത്തിരുന്നാലും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് കാണണമെന്ന് തോന്നിയാലും നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ദാ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ കഴിച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല ക്രീം വൈറ്റ് ഫോറസ്റ്റിൻ്റെ നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ ഒരു ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ് ചെയ്യണ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ ടി വിയിലൊക്കെ കണ്ടതല്ലാണ്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പുകൾ എൻ്റെ പിള്ളേരിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമ്പ് ഫയർ ആണ് കേട്ടോ. നമുക്കൊക്കെ ആകെ കൂടി ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഓരോ നിമിഷവും എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കണം. അല്ലാതെ പരിഭവങ്ങളും പരാതികളും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പോയ നിമിഷത്തെ ഓർത്ത് നമ്മൾ എന്തിനാണ് വെറുതെ റിഗ്രറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഓരോ ചെറിയ നിമിഷവും സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതെൻ്റെ വാക്കിലിട്ട് ഞാൻ എവിടെയോ കേട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ബെസ്റ്റ് ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബായ്.